കുഞ്ഞൻ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു പ്രസംഗത്തിൽ ഇങ്ങനെ ഒരു പറച്ചിൽ പറഞ്ഞു കേട്ടു. പിണറായി കഴിയുമ്പോൾ മരുമകൻ റിയാസ് അധികാരത്തിൽ വരാൻ സാമന്തരാജ്യമല്ല കേരളമെന്ന്. പറഞ്ഞതൊക്കെ കൊള്ളാം, അല്ലെങ്കിലും നാക്കിട്ട് വളവള ചിലയ്ക്കാൻ രാഹുലിനുള്ള കഴിവിന്റെ അത്രയും യൂത്ത് കോൺഗ്രസിൽ മറ്റാർക്കുമില്ലല്ലോ. അങ്ങനെയെങ്കിൽ വേറെ ചില പ്രശ്നങ്ങൾ കൂടി നമ്മുടെ കേരളത്തിൽ ഉണ്ടല്ലോ രാഹുലെ. കോൺഗ്രസിന്റെ ചരിത്രം എന്താണ്? ഇന്ദിരാഗാന്ധിക്ക് ശേഷം രാജീവ് ഗാന്ധി, രാജീവ് ഗാന്ധിക്ക് ശേഷം സോണിയാഗാന്ധി, സോണിയാഗാന്ധിക്ക് ശേഷം രാഹുൽ ഗാന്ധി, രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ ഇതാ പെങ്ങൾ പ്രിയങ്ക തയ്യാറെടുത്ത് നിൽക്കുന്നു. അതൊക്കെ പോട്ടെ, നമ്മുടെ ചുറ്റുവട്ടത്തിലോട്ട് വന്നാൽ ഉമ്മൻചാണ്ടിക്ക് ശേഷം മകൻ ചാണ്ടി ഉമ്മൻ, കരുണാകരന് ശേഷം മക്കൾ മുരളിയും പത്മജയും. കളം മാറ്റി കളിച്ചെങ്കിലും AK ആന്റണിക്ക് പിന്മുറയായി മകൻ അനിൽ ആന്റണി കളി തുടങ്ങിയത് കോൺഗ്രസിൽ നിന്ന് തന്നെ. അപ്പന്മാരുടെ സാമന്തപുത്രന്മാരായി വിയർക്കാതെ അധികാര കസേര കിട്ടിയ കോൺഗ്രസിലെ മക്കൾമാരുടെ പാരമ്പര്യമാണിത്. അങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസിലല്ലേ രാഹുൽ മാങ്കൂട്ടമേ സാമന്തപുത്രന്മാരുടെ തള്ളിക്കയറ്റം നടന്നത്? വായിൽ തോന്നുന്നത് വിളിച്ചു പറയുമ്പോൾ ഓർത്തില്ല സ്വന്തം പല്ലിന്റെ ഇടകുത്തി മണപ്പിക്കുകയാണെന്ന്. വാക്സാമർത്ഥ്യം കൊണ്ട് കസറി കയറുമ്പോഴും ചാനൽ ചർച്ചകളിൽ പോയി ഘോരഘോരം പ്രസംഗിക്കുമ്പോഴും ഇതൊക്കെ ഓർത്തു വേണം സംസാരിക്കാൻ. റിയാസ് ഇന്നലെയാണ് പിണറായിയുടെ മരുമകനായത്. അത് അവരുടെ സ്വകാര്യ വിഷയം. റിയാസ് കമ്മ്യൂണിസ്റ്റുകാരനായത് കോൺഗ്രസിലെ മക്കൾ പാരമ്പര്യം പോലെയല്ല. SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ തുടങ്ങിയതാണ് റിയാസിന്റെ രാഷ്ട്രീയ ജീവിതം. 1993 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ ചേർന്നു. പിന്നീട് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗവും സംസ്ഥാന കമ്മിറ്റി അംഗവുമായി. 2009 ഇന്ത്യ പൊതുതെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് LDF സ്ഥാനാർത്ഥിയായി. ഇവിടെ പരാജയപ്പെട്ടെങ്കിലും 15ാം കേരള നിയമസഭയിൽ ബേപ്പൂർ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് നിയമസഭയിലേക്ക് എത്തി. ഇതിൽ എവിടെയാണ് രാഹുലെ പിണറായിയുടെ പാരമ്പര്യം? പിണറായിയുടെ മകളെ കല്യാണം കഴിച്ചതുകൊണ്ട് കോൺഗ്രസുകാർ കൈമാറി വന്നതുപോലെ വല്ല അധികാര കൈമാറ്റ പട്ടവും റിയാസിന് കിട്ടിയതായി അറിയില്ല. എന്തായാലും സോഷ്യൽ മീഡിയ മുഴുവനും നല്ല ഗംഭീര ട്രോളുകൾ വരുന്നുണ്ട്.